പോസിറ്റീവായിട്ട് നിങ്ങളെല്ലാം പഠിക്കുന്നത്. ഇന്നലെ പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് സാറുമാർ. ഞാൻ 90 ഇയേഴ്സിലാണ്. 2 മാസം കഴിയുമ്പോൾ 90 പൂർത്തിയാകും. എനിക്ക് അടുത്ത നെക്സ്റ്റ് മന്ത്. അപ്പം അത് ഉണ്ടല്ലോ. അപ്പോൾ എനിക്കപ്പോൾ ഉണ്ടാകുന്ന ഈ 90-ലുണ്ടല്ലോ, ഞാൻ കുറേ സ്കൂളുകളും കോളേജുകളും യൂണിവേഴ്സിറ്റി കണ്ടിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. അതിനേക്കാൾ കൂടി ഞാൻ പഠിച്ചിരിക്കുന്നുണ്ടല്ലോ ആളുകളിൽ നിന്നാണ് പഠിച്ചത്. എൻ്റെ അധ്യാപകർ, കൂട്ടുകാർ, ഇടപഴകിയ ആൾക്കാർ, ഞാൻ പറയില്ല പാപ്പാമാർ പറഞ്ഞാൽ കൂടിയ ആൾക്കാരെ കണ്ടുപിടിച്ചിട്ടുണ്ട് വളരെയധികം. നല്ല അവസരം കിട്ടി. CMS കൂടെ ചേർന്നതുകൊണ്ട് ഞാൻ ഐക്യ ഫാമിലിപ്പെട്ടു. ആ ഫാമിലി വഴി വന്നതൊന്നുമല്ല കേട്ടോ, ഇത് കോണ്ടാക്ട്സ് ഒന്നും. അതിന് വന്നിരിക്കുന്ന സഭയിൽ വന്നതുകൊണ്ട് അവസരം കിട്ടി. അവസരം ഉപയോഗിക്കാനുള്ള സാധ്യത കിട്ടി. അപ്പോൾ നമ്മൾ അത് ആളുകളും നമ്മളൊരു യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ മാത്രമല്ല പഠിക്കുന്നത്, നിങ്ങൾ സ്കൂളിൽ നിന്ന് മാത്രമല്ല പഠിക്കുന്നത്. നിങ്ങൾ പഠിക്കുന്നത് ആളുകൾ, വ്യക്തികളിൽ നിന്നാണ്. നിങ്ങളുടെ ടീച്ചേഴ്സ്, നിങ്ങളുടെ കൂട്ടുകാരുടെ കൂട്ടുകാർ, നിങ്ങൾ ഒരുപാട് ആൾക്കാർ കണ്ടുമുട്ടുന്നുണ്ട്, ചെറുപ്പമാണെങ്കിൽ പോലും ഉണ്ടല്ലോ. അപ്പോൾ അവരെ ഓർത്തിരിക്കുക, ആരെയും നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നു. അഹങ്കാരികളെ അല്ല, തീർച്ചയായിട്ടും അല്ല. എല്ലാവരും ആഗ്രഹിക്കുന്ന ആരാണ്? സ്നേഹമുള്ള മനുഷ്യൻ. മലയാളത്തിൽ പറയുന്നത് നല്ല മനുഷ്യൻ. അപ്പം ഞാൻ നേരത്തെ എന്താ പഠിക്കുന്നത്? +2 അല്ല, സബ്ജക്ട്സും അല്ല. എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നത്? എന്നാൽ സാധാരണ ചോദ്യങ്ങളാവട്ടെ. എന്തിനു വേണ്ടി പഠിക്കും? +1 അല്ലേ ഇപ്പോൾ? +1 നീ +2ലേക്ക് പോകുന്നു. അങ്ങനെ മുകളിലേക്ക് കയറിപ്പോകും. ഡിഗ്രിയായി, അതായി പോസ്റ്റ് ഗ്രാജുവേഷനായി, ഡോക്ടറേറ്റായി, അങ്ങനെയൊക്കെ പോകും. അതൊക്കെ നല്ല വിഷയങ്ങൾ പഠിക്കുന്നതാണ്. അത് പഠിക്കണം, നന്നായിട്ട് പഠിക്കണം, സംശയമൊന്നുമില്ല. അതിൻ്റെ കൂടെ പൊതുവായിട്ട് എന്തിനാണ് പഠിക്കുന്നത്? സ്കൂളിലായാലും കോളേജിലായാലും യൂണിവേഴ്സിറ്റി ആയാലും എന്തിനാണ് പൊതുവായിട്ട് പഠിക്കണം? ഒറ്റ വാക്കിൽ എന്താ പറയുക എനിക്കറിയില്ല. ഉത്തരം എൻ്റെ മനസ്സിലേ. മനുഷ്യനോട് നല്ല രീതിയിൽ ഇടപെടുക. ഞാൻ വേറൊരു വാക്കി പറയാം സാറേ, അത് തന്നെയാണ് നന്നായി ജീവിക്കാൻ പഠിക്കും. വെറുതെ ജീവിക്കാനല്ല, അലമ്പായിട്ട് ജീവിക്കാനല്ല, നന്നായിട്ട് ജീവിക്കാൻ പഠിക്കുന്നതാണ് വിജയം. അതിൻ്റെ ഒരു അടിസ്ഥാന ഘടകമാണ്. രണ്ടാമത്തത് സന്തോഷമാണ്. 100 വയസ്സിനുണ്ട് മെൻ്റലി ഹാപ്പി. അത് ഹാപ്പിയാണ്. എന്തായാലും തോന്നുന്നതിൻ്റെ വിചാരം എനിക്കൊരാവലാതിയില്ല. എനിക്ക് അസുഖം ഇഷ്ടംപോലെയാണ്. ഇഷ്ടംപോലെ ഹെവി മെഡിക്കേഷൻ എന്നറിയോ? എക്സ്ട്രീംലി ഇംഗ്ലീഷ് പറയുമ്പോൾ ലെവൽ +1 അല്ലേ? എക്സ്ട്രീംലി കോണ്ടന്റ് എന്താ അതിൻ്റെ അർത്ഥം? നിർത്തിക്കോളാം, അധികം പ്രസംഗിക്കുന്നില്ല. എക്സ്ട്രീംലി കോണ്ടന്റ് മനസ്സിലായോ? ഇത് ഞാൻ പറഞ്ഞേക്കാം. സാധാരണമായി സംതൃപ്തനാണ്. എക്സ്ട്രീംലി കോണ്ടന്റ്. മൂന്നാമത്തെ വാക്ക് എന്താ പറയുക? അതിൽ ഇംഗ്ലീഷിൽ ചൊല്ലുണ്ട്, ആറ്റിറ്റ്യൂഡ് ഇസ് ലൈഫ്. എല്ലാവരും കേട്ടിട്ടുണ്ടായിക്കോ. ആറ്റിറ്റ്യൂഡ് ഇസ് ലൈഫ്. ജീവിതം എന്താണ്? മനോഭാവമാണ്. ആറ്റിറ്റ്യൂഡ്. കാരണം സാറിന് വിനീത് സാറിൻ്റെ മനോഭാവം പഠിച്ചാൽ മതി. അഭിലാഷ് സാറിന് എങ്ങനെ പഠിച്ചാൽ മതി? ഇത് മനോഭാവം എന്തൊക്കെയാണ്? അത് പഠിക്കാൻ സാറിനെ പഠിക്കും. ആറ്റിറ്റ്യൂഡ് ഇസ് ലൈഫ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ 4 ആറ്റിറ്റ്യൂഡ് പറയുന്നത്. 1 സന്തോഷം, 2 മലയാളത്തെ സംതൃപ്തി, എക്സ്ട്രീംലി കോണ്ടന്റ്, മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ടതാണ് എൻ്റെ ആരോഗ്യത്തിന് അടിസ്ഥാന കാരണം ഇതാണ്. പ്രൊഫൗണ്ട്ലി ഗ്രേറ്റ്ഫുൾ. എൻ്റെ മലയാളം എന്താ? പ്രൊഫൗണ്ട്ലി ഗ്രേറ്റ്ഫുൾ. മനുഷ്യൊന്നുമല്ല. മലയാളം എന്തായിരിക്കും? പ്രൊഫൗണ്ട്ലി ഗ്രേറ്റ്ഫുൾ. ആർക്കെങ്കിലും ആ ഗ്രേറ്റ്ഫുളിൻ്റെ സ്പെല്ലിംഗ് എന്ന് പറയാം? എല്ലാ അക്ഷരം കിട്ടട്ടെ. അവിടെ നിരുവാളാണ് മുഴുവൻ. സർ ധൈര്യമായിട്ട് പറഞ്ഞു തെറ്റി. വെരി ഗുഡ്. ഗ്രേറ്റ്ഫുൾ. GRATEFUL. നിങ്ങൾ അക്ഷരങ്ങൾ സ്ഫുടമായിട്ട് പറയണം. മലയാളമായാലും ഇംഗ്ലീഷായാലും ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ. ഗ്രേറ്റ്ഫുൾ. GRATEFUL. ഇതിനെ അർത്ഥം കുറിച്ച് പറഞ്ഞാൽ മതി. കേൾക്കുന്നവർക്ക് തന്നെയല്ല നമ്മുടെ കോൺഫിഡൻസാണ് കാണിക്കുന്നത്. പേടിക്കാനായി ഉറപ്പിച്ച് പറയുന്നത്. സ്പീഡ് കൂടുതൽ. ധൈര്യമുള്ളവർ സാവധാനം സ്ഫുടമായി വ്യക്തമായി ഭംഗിയായിട്ട് പറയും. അപ്പോൾ അത് അതിൻ്റെ മൂന്നാമത്തെ ആറ്റിറ്റ്യൂഡാണ്. അതായത് 1 ഞാൻ പറഞ്ഞു ഇമ്മൻസ്ലി ഹാപ്പി, സന്തോഷം. 2
extremely grateful. Sorry, extremely content. മൂന്നാമത്തെയാണ് profoundly grateful. ഇത് ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു സുഖമുള്ള അച്ഛനാണ്. എനിക്ക് ബൈപ്പാസ് കഴിഞ്ഞതാണ്, 25 വർഷമായി ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞിട്ട്. ഒരു കുഴപ്പമില്ല. ഇപ്പോഴും മൈക്ക് കിട്ടിയ സംസാരിക്കാൻ ഒരു വിഷമവുമില്ല. മൈക്കുണ്ടാവും, അല്ലെങ്കിൽ ഓപ്പൺ ചെയ്തു. അപ്പോൾ അത് ഞാൻ പറഞ്ഞതാണ്, പഠിക്കുന്നത് +2 ആയാലും PhD വരെ ആയാലുണ്ടല്ലോ, ജീവിക്കാനാണ് പഠിക്കുന്നത്. കാശുണ്ടാക്കാനല്ല, രണ്ടർത്ഥം ജീവിക്കാന്ന് പറഞ്ഞാൽ ശമ്പളം മേടിക്കാന്നുള്ളൂ. അതല്ല എൻ്റെ ഉദ്ദേശം. ജീവിക്കുവാൻ, നന്നായി ജീവിക്കുവാൻ, അർത്ഥവത്തായി ജീവിക്കുവാൻ, സഹായിച്ച് ജീവിക്കാനുള്ള, കരുണയോടെ ജീവിക്കാനുള്ള പാഠങ്ങൾ പഠിക്കുന്നതാണ് +1, +2 അതിന് മുകളിലേക്കല്ല. നിങ്ങളെ സമയത്ത് കണ്ടെത്തിയതിൽ വളരെ സന്തോഷം. സാറന്മാരുടെ ഞങ്ങളുടെ അവസരം വളരെ സന്തോഷം. ഞാനൊരു പറയുന്നത് അധ്യാപകനാണ്, പക്ഷേ സ്കൂളിൽ ഞാൻ പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ ഞാനിപ്പോൾ നന്ദിയോട് ഞാൻ പഠിച്ചില്ല, ഈ സ്കൂളിൽ പഠിച്ചതാണ്. ആ അച്ഛന്മാരെയും അധ്യാപകരെയും നന്ദിയോടെ ഓർക്കുകയാണ്. ഇവിടെയാണ് സ്കൂളിൽ പഠിച്ചത്? ഈ സ്കൂളിൽ പഠിച്ചത്. ഈ സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിച്ചത്, 54 വരെ. അന്ന് പഠിപ്പിച്ച സാറന്മാരൊക്കെ എനിക്ക് അവരോട് ഇപ്പോഴും വളരെ സുഖമാനവും സ്നേഹമാണ്. എന്നറിയോ, അവരൊക്കെ ഇനി ഞങ്ങളെ ജീവിക്കാൻ പഠിപ്പിച്ചു, എന്നെയൊക്കെ ജീവിക്കാൻ പഠിപ്പിച്ചു, എങ്ങനെ പെരുമാറണം. അത് അച്ഛന്മാരുണ്ട്. ഷട്ടൻ ബട്ടൺ ഇട്ടിട്ടുള്ള ബട്ടൺ അങ്ങനെ ജീവിതത്തിൻ്റെ നിസ്സാരമായ കാര്യങ്ങളിൽ പോലും ഇടപെട്ട് നമ്മളെ സഹായിക്കുന്ന അച്ഛന്മാരുണ്ട്, സാറന്മാരുണ്ട്. അവരൊക്കെ ഞാൻ വളരെ അഭിമാനത്തോടെ നന്ദിയോടെ ഓർക്കുകയാണ് കേട്ടോ. ഇവിടെ പഠിച്ചിട്ടാണ് ഞാൻ ഓക്സ്ഫോർഡിൽ പഠിച്ചവിടെ പോയി പഠിപ്പിച്ചു. എൻ്റെ ഒത്തിരി സ്ഥലത്ത് പോയിട്ടുണ്ട്. ഓക്സ്ഫോർഡിലെ അനുഭവം ഓക്സ്ഫോർഡിൽ നമ്മൾ ഈ തിയറി പഠിക്കുക മാത്രമല്ല, ഈ അധ്യാപകരുമായിട്ട് നല്ല അഗാധമായിട്ടുള്ള വ്യക്തിബന്ധം. എൻ്റെ അനുഭവം കൃത്യമായിട്ട് പറഞ്ഞ ആത്മവിശ്വാസം, എനിക്ക് എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മുതൽ 1 മണി വരെ 2 മണിക്കൂർ എൻ്റെ ഗൈഡുമായിട്ട് സംസാരിക്കും. 2 മണിക്കൂർ. അതിന് 3 ദിവസം മുമ്പ്, അത് ബുധനാഴ്ചയാണ്. ഞായറാഴ്ച അല്ല തിങ്കളാഴ്ച രാവിലെ കൊണ്ടുപോയി ടെക്സ്റ്റ് ഒരു 10-15 പേജ് ടൈപ്പ് ചെയ്തിട്ട് പെട്ടിയിലിട്ടിരിക്കണം. ഞാൻ പഠിച്ച എൻ്റെ മെൻ്റർ സൂപ്പർവൈസർ ഓക്സ്ഫോർഡിലെ ഒരു ഫസ്റ്റ് ഗ്രേഡ് വലിയ ഫേമസ് പ്രൊഫസറാണ്, ഇംഗ്ലീഷുകാരൻ, വലിയ ആൾ. പേര് നിങ്ങൾ അറിയില്ല, പണ്ടേ മരിച്ചുപോയി. വളരെ നല്ല മരിച്ചു, വലിയ സ്കോളാണ്. നമ്മുടെ ഹിന്ദു സ്ക്രിപ്റ്റേഴ്സ് എല്ലാം ഇംഗ്ലീഷിലേക്ക് ആഗ്രഹിക്കുക പുള്ളിയാണ് ഒരാൾ. വളരെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹിന്ദു വേദഗ്രന്ഥങ്ങളെല്ലാം നല്ല അത്രയും ഒരു സ്കോളറായിരുന്നു. വളരെ നല്ല മനുഷ്യൻ. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു ഒരു കാര്യം പറഞ്ഞെങ്കിൽ ചോദിച്ചതുകൊണ്ട്, ഒരു പ്രാവശ്യം എനിക്കെല്ലാവരും ബുധനാഴ്ച 2 മണിക്കൂർ ഇയാൾ നേരെ കാണും. അതുകൊണ്ട് ഗൗരവമായ ചർച്ചയാണ്. അവരോട് ഒരിക്കൽ ചോദിച്ചേ എന്ന് പറഞ്ഞു, എന്നെ വിളിക്കുന്ന ഫാദർ തോമസിനെ വിളിക്കും. ഫാദർ തോമസ് അതേ ഒരു കോൺവേർട്ട് കാത്തലിക്കാണ്. കത്തോലിക്കനായിരുന്നില്ല, കത്തോലിക്കനായതാണ്. പിന്നെ ഇംഗ്ലീഷുകാരൻ, ഇംഗ്ലണ്ടിൽ ജനിച്ച് ഇംഗ്ലണ്ടിൽ വളർന്നു മനുഷ്യൻ. കല്യാണം കഴിക്കാത്ത ഒരു ശാസ്ത്രത്തെ കല്യാണം കഴിച്ചതാണ്. അറിവിനെ മാത്രം അങ്ങനത്തെ മനുഷ്യൻ, ഒരു പ്രത്യേക ടൈപ്പ് മനുഷ്യനാണ്. എന്നോട് വളരെ താല്പര്യമാണ്. എന്നോട് പറഞ്ഞു, തോമസേ, ഫാദർ തോമസ് ഒരിക്കലും തോമസ് സാധിച്ചിരുന്നു. അവരെ കണ്ടു, ഇവരെ കണ്ടു, അപ്പാപ്പായി കണ്ടു, മുതലാളി കണ്ടു. അങ്ങനെയല്ല പറയുന്നത്. ചെയ്ത വലിയ കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്, ചെയ്തു എന്നല്ല പറയുന്നത്. പിന്നെ എന്താ, യു നെവർ സേ ഐ ഹാവ് ഡൺ ദിസ്, ഐ ഹാവ് ഡൺ ദാറ്റ്, ബട്ട് യു ഓൾവേസ് സേ ഐ ഹാവ് ട്രൈ ടു ഡു. പറയാൻ മനസ്സിലായോ എന്താ അതിൻ്റെ അർത്ഥം? നോട്ട് ദാറ്റ് ഐ ഹാവ് ഡൺ ദിസ്, that I have done that, or achieved that, but I have tried to do it, try to achieve it. അതെനിക്ക് അദ്ദേഹം എന്ന് പറഞ്ഞു. അതെന്നെ പഠിപ്പിച്ചത് 1972 വർഷങ്ങളായി. അത് ചർച്ചയ്ക്ക് ഇടയ്ക്ക് പറഞ്ഞല്ല, അത് ക്ലാസ്സൊന്നുമല്ല. അതാണ് ഓക്സ്ഫോർഡിൻ്റെ മേന്മ. ജീവിക്കാനുള്ള നല്ല ശകലങ്ങളെ ഭംഗിയായിട്ട് പറഞ്ഞു തരും. വലിയ ക്ലാസ്സായിട്ടല്ല, അത് ഈ സംസാരത്തിൻ്റെ ഇടയ്ക്ക് വളരെ ആനുഷികമായിട്ട്, വളരെ ഫ്ലുവൻ്റായിട്ട്, സ്വാഭാവികമായിട്ട് പറയും. ഞാനങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചതാണ്. അന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടല്ലോ, അതെൻ്റെ നമ്മുടെ അസ്ഥിയുടെ മറ്റയിലേക്ക് കയറിപ്പോയി. ഇപ്പോഴും ഞാൻ മിക്കവാറും തെറ്റ് പറ്റുന്നില്ലെങ്കിൽ സാധാരണ മലയാളത്തിൽ പറഞ്ഞാൽ ഞാൻ പരിശ്രമിച്ചെന്ന് ഞാൻ പറയാം. ഞാൻ അത് ചെയ്തു ചെയ്യുന്നല്ല, ഞാൻ ചെയ്യാൻ പരിശ്രമിച്ചു. അതെല്ലാം കാണിക്കുന്നത് അറിയോ? എന്താ കാണിക്കുന്നത്? ഭാഷാപ്രയോഗത്തിൽ വിനയമാണ്. വിനയം വലിയ വലിപ്പമാണ്. വിനയം
ബലഹീനതയല്ല കേട്ടോ, നിങ്ങൾ പഠിക്കണം കേട്ടോ. വലിയ ബലഹീനതയല്ല. ഹ്യൂമിലിറ്റി ഈസ് നോട്ട് വീക്ക്നെസ്. ഇറ്റ് ഈസ് നോട്ട് വീക്ക്നെസ്. ബലഹീനതയല്ല, ദാറ്റ് ഈസ് സ്ട്രെങ്ത്. അതൊരു ശക്തിയാണ്. ഹ്യൂമിലിറ്റി ഈസ് എ പവർ. ഒരാളെ ശക്തനാക്കുകയാണ് ഇത്, ബലഹീനാക്കുകയല്ല ചെയ്യുന്നത്, ശക്തനാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയൊരു വലിയ പാഠമാണ്. നമ്മൾ വലിയ ഭാവം കാണിക്കാറുണ്ട്. ഞാൻ വലിയ കാര്യം ചെയ്യുന്നതല്ല, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്യുന്നു. അതൊക്കെ അതാണ് ഓക്സ്ഫോർഡിൻ്റെ ഒരു പ്രത്യേകത പറയുകയാണ്. നല്ല കൾച്ചർ, നന്നായി ജീവിക്കാനുള്ള കൾച്ചർ. ഡിഗ്രി മാത്രമല്ല, ജയിച്ചു കിട്ടിയിട്ടുണ്ട്. പക്ഷേ കഷ്ടപ്പെട്ട് പഠിച്ചതാണ് കേട്ടോ, 4 കൊല്ലം കഷ്ടപ്പെട്ട് പഠിച്ചതാണ്. പക്ഷേ ഇതുപോലെ എല്ലാ ബുധനാഴ്ചയും 2 മണിക്കൂർ ഇത് എഴുതിക്കൊണ്ട് പോകും. അതൊക്കെ വളരെ ഡിമാൻഡ്, വൺ ഓഫ് ദ ബെസ്റ്റാണ് ലോകത്തിൽ. മോസ്റ്റ് എക്സൈറ്റിംഗ് യൂണിവേഴ്സിറ്റീസ് വളരെ. അപ്പം നമ്മൾ പഠിക്കും, വേറെ വഴിയില്ല. അതായത് എല്ലാ 2 ആഴ്ചയും റിപ്പോർട്ട് പോകും. എല്ലാ 2 ആഴ്ചയും ഡോക്ടർ ഈ പ്രൊഫസർ റിപ്പോർട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകും. എപ്പോൾ വേണം എന്നോട് പറയാം, ഇയാളുടെ കഴിഞ്ഞ് പോകാൻ ഡോക്ടറോട് നിയമം അതാണ്. വേറെ പരീക്ഷയൊന്നുമില്ല, വേറെ പരീക്ഷയൊന്നുമില്ല. 2 ആഴ്ച 2 മാസം കഴിയുന്നു, 2 മാസമില്ല, 1 മാസം 4 ആഴ്ച കഴിയും അവർക്ക് റിപ്പോർട്ട് കൊടുക്കണം. ആ റിപ്പോർട്ടിൽ പുള്ളി എഴുതുകയാണ്, അത് കോഴ്സ് ഈസ് നോട്ട് ഫിറ്റ് ഫോർ എ PhD എന്ന് പറയുക. ദാറ്റ് ഈസ് ദി എൻഡ് ഓഫ് ഇറ്റ്. ഞാൻ പറഞ്ഞ അതോടെ തീർന്നു. പിന്നെ എനിക്ക് ആരും ചോദിക്കാനില്ല. അദ്ദേഹം റിപ്പോർട്ട് യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുക്കുകയാണ് കോളേജ് വഴിയായിട്ട്. ഓക്സ്ഫോർഡിന് അതിൻ്റേതായിട്ടുള്ള തനിമയുണ്ട്. ഒക്കെ നമ്മൾ അതൊക്കെ വലിയ പഴയ യൂണിവേഴ്സിറ്റീസാണ്. അവർക്ക് വലിയ ട്രഡീഷനുണ്ട്. ആര് വന്നാലും അവരായിട്ട് ഇഷ്ടപ്പെടി പോകും. അതാണ് നമ്മുടെ ഈ ഇംഗ്ലണ്ടിലെ എല്ലാ രാജാക്കന്മാരും തന്നെ ഓക്സ്ഫോർഡെല്ലാം കെമിസ്റ്റ് പഠിച്ചു. നമ്മുടെ ഇന്ത്യയിലെ നെഹ്റുവൊക്കെ അവിടെ പഠിച്ചത്. പിന്നെ വലിയ ആൾക്കാർ, അല്ലെങ്കിൽ ഈ രാജ്യങ്ങളിലെ വലിയ ആൾക്കാരൊക്കെ അവിടെ പഠിച്ചവരാണ്. മേലെക്കുറിച്ച് പറയുന്നത് അതൊരു വലിയൊരു സംസ്കാരമുണ്ട് അവർക്ക്. ഒരു അക്കാഡമിക് കൾച്ചറുണ്ട്, ഒരു ഹ്യൂമൻ കൾച്ചറുണ്ട്, ഒരു ഇൻ്ററാക്റ്റീവ് കൾച്ചറുണ്ട്. അത് വളരെ വിശേഷമായിട്ടുണ്ട്. അവിടെയൊക്കെ ശക്തമായിട്ടുള്ളത് അധികാരത്തെക്കാൾ കൂടുതൽ ഞാൻ പറയുന്നത് വിനയമാണ്. നിങ്ങളോട് പറയാനുള്ള മെസ്സേജ് അറിയേ ഉള്ളൂ. ക്രിസ്മസിൻ്റെയും മെസ്സേജ് അത് തന്നെയാണ്. ക്രിസ്മസിൻ്റെയും പ്രധാന മെസ്സേജ് വിനയത്തിൻ്റെയാണ്. ദൈവം മനുഷ്യനാകുന്നതിൻ്റെ ഞാൻ അങ്ങോട്ട് അവസാനിപ്പിക്കുകയാണ്. അതൊരു അസാധാരണമായ പാഠമാണ്, അസാധാരണമായ പാഠമാണ്. വിനയമാണ് വലിപ്പം എന്നുള്ളത്. വിനയമാണ് വലിപ്പം, അഹന്തയൊന്നുമല്ല വലിപ്പം. അഹന്തയൊക്കെ അല്പന്മാർ കാണിക്കുന്നുണ്ട്. അത് മനസ്സിലായില്ലേ? അഹന്തി അഹങ്കാരം കാണിക്കുന്ന ആരാണ്? കൊച്ചു മനുഷ്യൻ. വലിപ്പത്തിൻ്റെ ചെറുപ്പമല്ല, ആഹാരം ശരീരത്തിൻ്റെ അല്ല, മനസ്സിൻ്റെ വലിപ്പം. അപ്പോൾ നിങ്ങളുടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ പഠനമൊക്കെ മനസ്സ് വികസിപ്പിക്കണം. മനസ്സ് വികസിപ്പിച്ച് എന്ത് ചെയ്യണം? നന്നായി ജീവിക്കാൻ പഠിക്കണം, മറ്റുള്ളവരെ ജീവിക്കാൻ സഹായിക്കണം. അത് നമ്മൾ ജീവിച്ചാൽ മാത്രം പോകില്ല. നമ്മൾ ഇതാണ്, സഹജീവികളാണ്. ഞാൻ പണ്ട് പഠിപ്പിച്ചതിനകത്തൊരു പുതിയ തത്വശാസ്ത്രം പറയുമായിരുന്നു. പക്ഷേ ലത്തീനാണ്, ലത്തീൻ പറഞ്ഞിട്ട് കാര്യമില്ല. ലത്തീൻ്റെ ഇങ്ങനെ മലയാളം ഇംഗ്ലീഷ് പറഞ്ഞാൽ വി ആർ ഡെയർ ഫോർ ഐ ആം. എൻ്റെ മലയാളം പറയാം, ഞങ്ങളോട് പറയാം വി ആർ ഡെയർ ഫോർ ഐ ആം. ആരും ട്രൈ ചെയ്യാം. ചിലവർ ചോദിക്കാൻ എനിക്കറിയാം. പറയാൻ മനസ്സിലായില്ലേ? വി ആർ therefore I am. അത്ര എളുപ്പമായിരിക്കില്ല. ഞാനങ്ങ് പറഞ്ഞില്ല. അത് പണ്ട് ഞാൻ ലത്തീനി പറഞ്ഞിരുന്നു അവിടെ. പണ്ട് പഠിച്ച ഞാൻ ഉണ്ടാക്കിയതാണ്. എൻ്റേതായിട്ടുള്ളൊരു ഡിക്റ്റമാണ്. വി ആർ therefore I am. ലത്തീൻ്റെ പറഞ്ഞൊരു കാര്യമില്ല. അതിന് അർത്ഥം ഇതേ ഉള്ളൂ, ഞാനായിരിക്കുന്നത് നാം ആയതുകൊണ്ടാണ്. നമ്മുടെ കുടുംബവും നമ്മൾ നിൽക്കുന്നു. സ്കൂൾ നമ്മളെല്ലാവരും നമ്മളാരും തനിച്ചല്ല. വി ആർ therefore I am. അതിനെ NSSൻ്റെ മോട്ടോ തന്നെയാണ്. എന്നാ ബട്ട് യു, നോട്ട് മീ ബട്ട് യു. സെയിം. ഞാൻ കേട്ടില്ല, എനിക്കറിയില്ല. അതെ അതെ, എൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതൊരു ബേസിക് തോട്ടാണ്. അത് നമ്മൾ ഒത്തിരി വലുതാക്കും. മനസ്സ് വളരെ വലുതാക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ മംഗളങ്ങളും, എൻ്റെ പ്രാർത്ഥനയും, ഞാൻ ആശംസകളും സന്തോഷം.